കോട്ടയം രാമപുരത്ത് രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കർക്കിടകം 1 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നായി ഭക്തജനങ്ങൾ രാമപുരത്തേക്ക് നാലമ്പല ദർശനത്തിനായി ഒഴുകിയെത്തും. 3 കിലോമീറ്ററിനുള്ളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് രാമപുരത്തെ നാലമ്പലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യകേരളത്തിൽ നാലമ്പല ദർശനത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് രാമപുരം. 4 കിലോമീറ്ററിനുള്ളിൽ 4 ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യകേരളത്തിൽ നാലമ്പല ദർശനത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രങ്ങളാണ് രാമപുരത്തേത്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ എത്തിയെന്നും ശ്രീരാമനെ പിന്തുടർന്ന് ഭരതനും ശത്രുഘ്നനും എത്തിയിരുന്നു എന്നുമാണ് ഐതിഹ്യം. പൂർവ്വജന്മ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ നാലമ്പല ദർശനത്തിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. ചാതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കിഴക്ക് ദർശനമായുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അവിൽ നിവേദ്യം, ചതുശതം വഴിപാട് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്ററോളം അകലെയാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആയുധങ്ങളേന്തിയ ചാതുർബാഹുവായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതിനും മംഗല്യസിദ്ധിക്കും വേണ്ടിയുള്ള മഞ്ഞൾ പറയും സന്താനലബ്ധിക്കായുള്ള പൂജയുമാണ് ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടുകൾ. 5 ബ്രാഹ്മണ മനകളെ സൂചിപ്പിക്കുന്ന ഐമനക്കര എന്ന പേരിൽ നിന്നാണ് അമനകര എന്ന സ്ഥലനാമം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഭരതസ്വാമി വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ തന്നെ ഭരതസ്വാമി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. ദുരിത നിവാരണത്തിനായുള്ള ശംഖ് വഴിപാട്, ക്ഷേത്രാങ്കണത്തിനോട് ചേർന്നുള്ള കുളത്തിലെ മീനുകൾക്ക് തീറ്റ നൽകുന്ന മീനൂട്ട് വഴിപാട് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ മാതൃകയായ മേദിരി ക്ഷേത്രം ശത്രുഘ്നസ്വാമിയുടെ പേരിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. സുദർശന ചക്ര സമർപ്പണം, കൂട്ടുപായസം, പാൽപായസം സമർപ്പണവുമാണ് പ്രധാന വഴിപാടുകൾ. മേദിരി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഉച്ചപൂജയ്ക്ക് മുമ്പ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാണ് നാലമ്പല ദർശനം പൂർത്തിയാക്കുക. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിനായി ഭക്തലക്ഷങ്ങൾ ഓരോ വർഷവും രാമപുരത്തേക്ക് എത്താറുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇത്തവണയും നാലമ്പല ദർശന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വഴിപാടുകൾക്ക് നടത്തണമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ എല്ലാം നാലമ്പല ദർശന കമ്മിറ്റി അതിന് ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഹെൽത്ത് സർവീസിൻ്റെ പ്രത്യേകം സേവനം ഉണ്ടായിരിക്കും. ഭക്തജനങ്ങൾക്കായി അന്നദാനവും വിപുലമായ പാർക്കിംഗ് സൗകര്യവും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണ കർണാടകയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയും ദർശനം സാധ്യമാകും. രാമായണ ശീലുകൾ കേട്ടുണരുന്ന കർക്കിടക പുലരികളിൽ ഈ ക്ഷേത്രാങ്കണങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ വരവേൽക്കാനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. രാമപുരത്തു നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.